ലൈഫ് ബിഗിൻസ് അറ്റ് ദ എൻഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. കേട്ടിട്ടില്ലേ? നമ്മുടെ കംഫർട്ട് സോണിന്റെ പുറത്താണ് ജീവിതം തുടങ്ങുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതിദേവി മേനോൻ. നമ്മൾ പലരും നമ്മുടേതായ ഒരു സുരക്ഷിത വലയത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവിടെ നമുക്ക് പേടിയില്ല, ടെൻഷനുമില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, എന്നും അവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പുതിയതായി ഒന്നും പഠിക്കാനോ വളരാനോ കഴിയില്ല. ഒരു എലിയുടെ കാര്യം പറയാം. പണ്ട് ഞാൻ ബോംബെയിൽ ഇരിക്കുമ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടല്ലോ, അവര് ഒരു കൊല്ലത്തിനുള്ള ഫുഡ്, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മളിവിടെ നാട്ടിൽ പറയുന്ന പോലെ കടുക് വരെ അവര് ഒരു കൊല്ലത്തിനുള്ളത് വാങ്ങി വൃത്തിയായിട്ട് കഴുകി സൂക്ഷിച്ചു വെക്കും, ഉണക്കി സൂക്ഷിച്ചു വെക്കും. ഒരു കൊല്ലം അവര് ഒന്നും വാങ്ങിക്കില്ല. അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളെ അവര് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുള്ളൂ. അപ്പോ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഗുജറാത്തി ഫ്രണ്ട്. അപ്പോൾ എനിക്ക് നമ്മളിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുമല്ലോ വീട്ടില്. അപ്പൊ എന്നെ കാണിച്ചു തന്നു അവരുടെ ഒരു ഡബ്ബയില് 25 കിലോ അരിയോളം ഒരു എലി തിന്ന് പോയ കഥ. അപ്പൊ എന്താ വെച്ചാൽ അവര് 25 കിലോ അരിന്ന് ഒരു ചെറിയ ഡബ്ബയിലേക്ക് കുറച്ച് അരി മാറ്റി വെക്കുമ്പോൾ അതിന്റെ അടപ്പ് ടൈറ്റ് ആയിട്ട് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു അവര് താമസിച്ചിരുന്നത്. അപ്പൊ സന്ധ്യ ആയപ്പോ വാതിലെന്തോ തുറന്നപ്പോ എലികള്, ഗ്രൗണ്ട് ഫ്ലോറിലാവുമ്പോ എപ്പോഴും എലി കയറാൻ ചാൻസ് കൂടില്ല. അപ്പൊ എലി കയറി. എലി അടുക്കളയിൽ ആസ് യൂഷ്വൽ ഇവരെല്ലാവരും ഉറങ്ങിയപ്പോ എലി അടുക്കളയിൽ കയറി. ഡബ്ബകളൊക്കെ നോക്കുമ്പോൾ ഒരു ഡബ്ബയില് അടപ്പ് തുറന്നിരിക്കുന്നു. അതായത് മുഴുവനും അല്ല, കുറച്ച് തുറന്നിരിക്കുന്നു. അതിൽ കൂടെ എലി ചാടി അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പൊ എലിക്ക് ആകെ അത്ഭുതമായി. എന്താ വെച്ചാ, എത്ര അരി, ഒരു 10-25 കിലോ അരി, എനിക്ക് എത്ര കാലം വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കഴിക്കാനുള്ള അരി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എലി ഭയങ്കര ഹാപ്പിയായി. എലി അപ്പൊ തൊട്ട് പണി തുടങ്ങി. എലി അതിന് ആവശ്യമുള്ള വയറ് നിറച്ച് അരി കഴിച്ചു. പിറ്റേ ദിവസം കഴിച്ചു. അങ്ങനെ അത് വിചാരിച്ചു, ഇവിടെ തന്നെ ഇനി ഇരിക്കാം, എന്തിനാ ഞാൻ ഇനിയിപ്പോ പുറത്ത് പോണേ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചിരുന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പോ എലി അടിയിലെത്തി പാത്രത്തിന്റെ, അതായത് അരി കഴിഞ്ഞ് അടിയിലെത്തി. അപ്പോഴാണ് അത് ആലോചിക്കുന്നത്, അയ്യോ ഞാൻ എങ്ങനെ ഇനി പുറത്തേക്ക് പോകും, ഞാൻ ഇവിടെ തന്നെ സുഖിച്ചിരുന്നോണ്ടാണ് ഈ പണി പറ്റി. അല്ലെങ്കിൽ കുറച്ചു ദിവസം ഇത്തിരി അരി കഴിച്ചു പോയി വേറെ കാര്യങ്ങൾ നോക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നിപ്പോ ഈ ഇത് പറ്റില്ലായിരുന്നു. പക്ഷെ എന്ത് പറ്റി, ചാക്കാണെന്നുണ്ടെങ്കിൽ ചാക്ക് കടിച്ചവര് തുളച്ച് പുറത്ത് പോയതിനായിരുന്നു. പക്ഷെ ഇത് സ്റ്റീലിന്റെ ഡബ്ബ, ഒന്നും ചെയ്യാൻ പറ്റില്ല, മുകളിലേക്ക് കയറാനും പറ്റില്ല. അങ്ങനെ ആ എലി അതിൻ്റെ ഉള്ളിൽ ചത്തുപോയി. അത് അതിന്റെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ടാണ് ആ പ്രശ്നം പറ്റിയത്. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം. പലപ്പോഴും നമ്മൾ മനുഷ്യന്മാർക്ക് ഭയങ്കര പേടിയാണ്, പുതിയതായിട്ട് എന്ത് കാര്യം ചെയ്യാനും പേടിയാ. മറ്റുള്ളവരെന്ത് പറയും, അത് ശരിയാവോ, തോറ്റുപോയാൽ എന്താ ചെയ്യുക, ഇങ്ങനെ 100,000 പേടികളാണ്. ഈ പേടികളൊക്കെ ദൂരെ മാറ്റി നമ്മൾ എപ്പോഴാണോ പുതിയ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നത്, അവിടെയാണ് നമ്മുടെ യഥാർത്ഥ വിജയം തുടങ്ങുന്നത്. ഞാൻ തന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ടാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ ലോകത്തോട് വളരെ ഫ്രാങ്കായിട്ട് തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ വിജയവും സന്തോഷവും. സുഹൃത്തുക്കളെ, മാറ്റങ്ങളെ ഒരിക്കലും ഭയപ്പെടരുത്. നമ്മൾ ഇന്നുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ദൈവം നമുക്കായി കരുതി വെച്ചിരിക്കുന്ന പുതിയ വഴികൾ തുറക്കപ്പെടുന്നത്. നിങ്ങളും നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറാണ് എങ്കിൽ വിജയം നിങ്ങളെ തേടിയെത്തും, തീർച്ചയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയ വീഡിയോയായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ ദെൻ, ബൈ.